ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 18-ന് സുപ്രീം കോർട്ട് നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ട പെറ്റീഷൻസ് കേട്ടു. ആദ്യം പറയാനുള്ള കാര്യം, ഇന്നത്തെ വാദത്തിന്റെ ബാക്കി തിങ്കളാഴ്ച ജൂലൈ 22-ന് വീണ്ടും വാദം കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 11:30 തുടങ്ങി വൈകിട്ട് 5 മണിയിലധികം സമയം, അതായത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വാദപ്രതിവാദമാണ് ഉണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തു. അതിൽ സുപ്രീം കോർട്ട് പ്രധാനമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ പറയുന്ന പേപ്പർ ലീക്ക് ഉണ്ടെന്ന് NTA-യും സുപ്രീം കോർട്ടൊക്കെ അംഗീകരിക്കുമ്പോഴും ഇത് ഒരു എക്സാമിന്റെ എൻറ്റയറിറ്റിയെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ റീടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് നമ്മൾ പോവുകയുള്ളൂ എന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, IIT മദ്രാസ് ഈ പറയുന്ന റിസൾട്ട് അനലൈസ് ചെയ്ത് അതിന്റെ ഡാറ്റയുടെ ബെൽ കർവ് ഒക്കെ സെന്റർ വൈസ് അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് ബെൽ കർവും അതിൽ അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ള IIT മദ്രാസ് കൊടുത്ത റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പെറ്റീഷനേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് വാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ക്ലാരിറ്റിയിൽ അതിൽ കൂടുതൽ വരുത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കാര്യം, NTA സെന്റർ വൈസും അതുപോലെ തന്നെ സിറ്റി വൈസും ഉള്ള ഡാറ്റ, അതായത് കുട്ടികളുടെ മൊത്തം റിസൾട്ട് അവരുടെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് മുഴുവൻ റിസൾട്ട് പുറത്തു വിടണം. അപ്പോൾ ആ ഡാറ്റ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് റിലീസ് ചെയ്യണം എന്ന് NTA-ക്ക് ഒരു ഓർഡർ സുപ്രീം കോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ശനിയാഴ്ച ജൂലൈ 20-ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ മുഴുവൻ സെന്ററുകളിലെയും സിറ്റികളിലെയും കുട്ടികളുടെ റിസൾട്ടുകൾ പുറത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ്, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കാണുകയാണെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു അവസരം കൂടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഏതായാലും ഹിയറിംഗ് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് വീണ്ടും റെസ്യൂം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, റീടെസ്റ്റിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ പലരും ചോദിക്കുന്ന ഗോദ്ര ഇൻസിഡന്റ്, അതുപോലെ തന്നെ അവിടെ പേപ്പർ ലീക്കായി, ഇവിടെ അങ്ങനത്തെ സംഭവങ്ങൾ, അതൊന്നും ആക്ച്വലി ഓരോരോ സിംഗിൾ ഇൻസിഡൻസ് ആണ്. CBI-ന്റെ സെക്കൻഡ് റിപ്പോർട്ടും കൂടെ പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ കോടതി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. CBI-ന്റെ റിപ്പോർട്ട് പുറത്തു വിടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ചെറിയ ഇൻസിഡന്റുകളാണ് നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരുന്നതൊക്കെ. പിന്നീട് അതിന്റെ ചെയിനായിട്ട് പുറത്തേക്ക് വല്ല വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ലീക്കേജുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളും പുറത്തു വന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ലോക്കലൈസ്ഡ് സംഭവമായിട്ട് മാറുകയാണ്. എന്നാലും കോടതി ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതായത് ലീക്കായ ഡേറ്റും കാര്യങ്ങളൊക്കെ NTA പറഞ്ഞതിൽ അവിശ്വാസ്യത ആക്ച്വലി സുപ്രീം കോർട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ റീടെസ്റ്റിനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കാമാണ് നടന്നെന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡാറ്റ പുറത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് കാണുന്നവർക്ക് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവസരം കൂടെ സുപ്രീം കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.